ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആസ് എ ഹോം മേക്കർ നമുക്കാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, അതിൻ്റെ കൂടെ നമ്മളുടേതായിട്ട് നമ്മൾ കണ്ടെത്തുന്ന നമ്മളുടെ ജോലി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ചെയ്ത് വരുമ്പം അറ്റ്ലീസ്റ്റ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസമൊക്കെ ഇതിൽ നിന്നൊക്കെ മാറി ഒന്ന് മനസ്സമാധാനമായിട്ട് നമ്മളുടെ മനസ്സും നമ്മുടെ ശരീരമൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് റീസെറ്റ് ചെയ്ത് ഒക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? അങ്ങനത്തെ ഒരു 2 ദിവസമാണ് കേട്ടോ ഇത്. നമ്മൾ ഒരുപാട് ദൂരേക്കൊന്നുമല്ല നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഏട്ടന് ഇപ്പോൾ ഒരു 3 ദിവസം അടുപ്പിച്ചൊരു ഓഫ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചതാണ്. നമ്മളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു 1 അവർ ദൂരേ ഉള്ളൂ. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പോയതാണ് കേട്ടോ. ഇതിപ്പം ഒരുപാട് പേര് ചിന്തിക്കും നമ്മളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് 1 മണിക്കൂറേ ഉള്ളൂ, അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോയിട്ട് ഓരോന്ന് കാണിക്കുന്നതിൻ്റെ ആവശ്യം എന്നൊക്കെ ചിലവർക്ക് തോന്നിയേക്കാം. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടമ്മമാർ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? രാവിലെ എന്തുണ്ടാക്കും, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും, വൈകുന്നേരം എന്തുണ്ടാക്കും. ഇതൊക്കെ നമ്മൾ ഓരോ ദിവസം നമ്മൾക്ക് കുക്കിംഗ് അങ്ങനെ ഒരു ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഈ 2 ദിവസം ഉണ്ടല്ലോ, സീരിയസ്ലി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതിനെ പറ്റിയിട്ട് എനിക്ക് ആലോചിക്കേണ്ട പോലും വന്നിട്ടില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ഫ്രഷ് ആയിട്ട് പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെയും ഡിന്നറിൻ്റെയും ടൈം ആകുമ്പോൾ എന്ത് സാധനം വാങ്ങിക്കണം കഴിക്കാൻ എന്നത് മാത്രം എനിക്ക് ആലോചിച്ചാൽ മതി. അത് സീരിയസ്ലി നമ്മൾക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ്. അല്ലാതെ നമ്മൾ ബാക്കി ഒരു വർഷത്തിൽ ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഇതന്നെ റൊട്ടീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ദിവസം ആ ഒരു ബ്രേക്ക് കൊടുക്കുന്നത് നമുക്ക് തരുന്ന ഒരു റിലാക്സേഷനും സമാധാനവും ഭയങ്കരമാണ്. നമ്മൾ ഈ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഉണ്ടല്ലോ, ഒരു റിപ്പീറ്റേഷനും ഇല്ലാതെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളറിയാതെ തന്നെ നമുക്ക് എത്രത്തോളം പ്രഷറാണ് വരുന്നതെന്ന് അറിയാമോ? ഇപ്പം ഒരുപാട് പേര് ഹോം മേക്കറായിട്ട് മാത്രം ഇരിക്കുന്നവരുണ്ട്, അല്ലാതെ തന്നെ അവരുടേതായിട്ട് വെളിയിൽ പോയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഒരാളാണ്. ഒരുപാട് പേര് പറയും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്ന്. പക്ഷെ അത് ചെയ്യുന്നവർക്ക് അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ ബുദ്ധിമുട്ടി തന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് എനിക്ക് ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഓരോന്നിനും വേണ്ടിയിട്ട് നമ്മൾ ഓരോ കണ്ടൻറ്റ് തപ്പിപ്പിടിച്ച് അതിങ്ങനെ ആലോചിച്ചിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് തലയ്ക്ക് സീരിയസ്ലി നമുക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പം അങ്ങനെ ഇതൊന്നും ഇല്ലാതെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എല്ലാത്തിൽ നിന്നും മാറി ഒന്നിനെ പറ്റിയിട്ട് ഇങ്ങനെയൊന്നും ആലോചിക്കാതെ നമ്മൾ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്യുക. അവിടെ ചുറ്റുമുള്ളത് ചുമ്മാ, അവിടെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയിട്ട് കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അറിയുന്ന സ്ഥലം തന്നെയായിരുന്നു. ഏട്ടൻ വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തൊക്കെ തന്നെയായിരുന്നു ഏകദേശം. എന്നിരുന്നാൽ പോലും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി നടക്കുക, അവിടുത്തെ പൂളിൽ പോയിട്ടിരിക്കുക, അവിടെ കുറേ നേരം ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് മനസ്സിന് ഭയങ്കര സമാധാനവും സന്തോഷവുമാണ്. നമ്മൾ ഇപ്പം ഈ പറയണ പോലെ ഇതുപോലെ ഇപ്പോൾ 2 ദിവസമൊക്കെ മാറി നിൽക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പറ്റാച്ചുണ്ടെങ്കിൽ ഒരു ദിവസം പറ്റാം, അല്ല പോവുക. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് വെളിയിൽ പോയിട്ട് വന്നാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ്ലി മനസ്സിന് ഇതൊന്നും ചിന്തിക്കാതെ നിങ്ങളൊന്ന് എവിടെയെങ്കിലുമൊക്കെ വെളിയിൽ പോയിട്ടൊന്ന് തിരിച്ച് വന്ന് നോക്കി ഭയങ്കര സന്തോഷവും ഭയങ്കര സമാധാനമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു പൈസ ഉണ്ടല്ലോ, അതൊരിക്കലും നമ്മൾ വെറുതെ കളഞ്ഞു എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഒരിക്കലും കാണരുത്. ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കോട്ട് ഞാൻ കാണാറുണ്ട്. നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണത്തിനും നമ്മൾ കാണാൻ പോകുന്ന നല്ല നല്ല സ്ഥലങ്ങൾക്കും നമ്മൾ ധരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന വസ്ത്രങ്ങളും ഒരിക്കലും ഒരു വേസ്റ്റ് ആണെന്ന് അതായത് നമ്മൾ ചിലവർ പറയില്ലേ, ഇത്ര പൈസ അതിന് വേണ്ടി ചിലവാക്കി, ആ നേരം കൊണ്ട് എനിക്ക് വേറെന്തെങ്കിലും ചെയ്യാമായിരുന്നു, അങ്ങനത്തെ ഒരു ചിന്തയുണ്ട്. സത്യം പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും വേസ്റ്റ് ഓഫ് മണി അല്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിനും നമ്മളുടെ ശരീരത്തിനും സന്തോഷവും സമാധാനവും തരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. അത് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു സമയം നിങ്ങളൊന്നിങ്ങനെ എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. പിന്നെയില്ലേ, നമ്മൾ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളെല്ലാവരും ഇപ്പം നമ്മുടെ ഫാമിലീൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്താറുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വീട്ടിൽ തന്നെ ആയി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരും.
അങ്ങനെ ഇപ്പം ഭർത്താവിനായിക്കോട്ടെ, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളായിക്കോട്ടെ, അവർ അവരുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ മേ ബി എൻഗേജ്ഡ് ആയിരിക്കാം. ഞാൻ സമയം കണ്ടെത്തുന്നില്ല എന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചൂസ് ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ആ റൂമിൽ തന്നെ പിന്നെ ഈ പറയണ പോലെ വേറെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. നമുക്കാണെങ്കിലും കുക്ക് ചെയ്യേണ്ട, ക്ലീൻ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ഭർത്താവിനായിക്കോട്ടെ, മക്കൾക്കായിക്കോട്ടെ, അവർക്ക് അവിടെ പ്രത്യേകിച്ച് ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാനുള്ള ബുക്ക് കൊണ്ടായിരിക്കില്ലേ നമ്മൾ പോകുന്നത്. ഭർത്താവാണെങ്കിൽ ജോലീൻ്റെ കാര്യങ്ങൾക്കിടെ സാധനങ്ങൾ എടുത്തിട്ടൊന്നും ആയിരിക്കില്ല പോകുന്നത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഞാനത് പ്രിഫർ ചെയ്യില്ല കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് പരസ്പരം കുറേ നേരം സംസാരിക്കാനും നമ്മുടെ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടെ സ്ട്രോങ് ഒക്കെ ആവാനും കൂടെ ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ സ്റ്റേക്കേഷൻസും പുറത്തു പോക്കൊക്കെ ഹെൽപ്പാക്കും. നിങ്ങളിപ്പം പൈസ ഉള്ളവർക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു സംഭവമൊന്നും അവിടെ ഇല്ല കേട്ടോ. നമുക്ക് ഇതിനൊക്കെ പൈസ ചിലവാക്കണമെന്നൊന്നുമില്ല. ഇപ്പം പൈസ ചിലവാക്കാൻ അങ്ങനെ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ, അവിടെയാണെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ കുറച്ച് നേരം പോയിരുന്നിട്ട് ഇതുപോലെ സംസാരിച്ചാൽ പോലും ഈ ഒരു എഫക്റ്റ് ഒക്കെ തന്നെ കിട്ടും കേട്ടോ. പിന്നെ വേറൊരു സംഗതി എന്താണെന്ന് അറിയോ, സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് പോകുമ്പം, അതായത് നമുക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഒന്ന് മടുപ്പ് വരണ ഒരു മൊമെൻറ്റ് വരുമല്ലോ, ആ സമയത്തായിരിക്കും കേട്ടോ ഇതുപോലത്തെ സ്റ്റേക്കേഷൻസ് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണേ. പക്ഷേ സീരിയസ്ലി നമ്മൾ അവിടെ നിന്ന് 2 ദിവസം സ്റ്റേക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മളുണ്ടല്ലോ ഭയങ്കര ആഗ്രഹത്തോടു കൂടെ, ലിറ്ററലി ഭയങ്കര കൊതിയോടുകൂടെ ആയിരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലോട്ടേക്ക് തിരിച്ചു വരാം. സീരിയസ് ആണ്. വീട്ടിൽ തിരിച്ചെത്തിയിട്ട് നമ്മുടെ കട്ടിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറയുന്ന ഒരു ഡയലോഗുണ്ട്, എവിടെയൊക്കെ പോയാലും നമ്മുടെ വീട്ടിൽ വന്ന് കട്ടിലിൽ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം ഒന്ന് വേറെയാണെന്ന്. ഈ സ്റ്റേക്കേഷൻ പോകുന്നതിന് മുൻപ് വരെ കിടന്നിരുന്ന സെയിം കട്ടിലാണത്. ആ സമയത്ത് അത് തോന്നിയിട്ടില്ല. ഇവിടെ നിന്ന് മാറി നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ആ ഒരു തോന്നൽ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നുന്നത്. ഇടയ്ക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാറി നിന്ന് പുറത്തു പോയി വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും റീസെറ്റ് ആവുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ ഉള്ള വീടുണ്ടല്ലോ അത് കുറച്ചും കൂടെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് സീരിയസ്ലി അങ്ങനെയാണത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള എല്ലാ തിരക്കുകൾക്കിടെ ഇടയിൽ നിന്നും ഇടയ്ക്കൊക്കെ ഇതുപോലെ ചെറിയൊരു ബ്രേക്ക് എടുക്കുക. അങ്ങനെ വെളിയിലോട്ടേക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറ്റില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോവുക. നിൽക്കാനൊന്നും സ്റ്റേ ചെയ്യാനൊന്നും പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോയിട്ട് തിരിച്ചു വരിക. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ദിവസം ഒരു ജോലിയും ചെയ്യാതെ, വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, നമ്മളുടെ അല്ലാതെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതൊന്നും ചെയ്യാതെ നിങ്ങളൊന്ന് ഇരുന്ന് നോക്കി, ഭയങ്കര സമാധാനം ഇരിക്കും കേട്ടോ നമ്മൾക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ സ്റ്റേക്കേഷൻ ഇതോടുകൂടെ തീർന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അവിടെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുക, കുറേ നേരം ഫോൺ മാറ്റി വയ്ക്കുക, അത് തന്നെയായിരുന്നു ഒരു പീസ് ഓഫ് മൈൻഡ്. അത് തന്നെയായിരുന്നു നമ്മളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പൂളിൽ പിന്നെ എൻ്റെ കെട്ടുവിന് ഇറങ്ങാത്തത് കൊണ്ട് ഞാനും ഇറങ്ങിയില്ല. എനിക്ക് കിളിപ്പിൻ്റെ കൂടെ ഒരാളും കൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വക പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. നട്ടുച്ചയ്ക്കാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. വെയിലൊന്നും നമുക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. അവിടെ വന്ന് ചുമ്മാ അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ 2 ദിവസം കൊണ്ട് നമ്മളുടെ മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. പറ്റുവെച്ച ഇടയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.